വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൺ. നമ്മൾ സ്ഥിരം വറുത്തരച്ച കറികൾ ഉണ്ടാക്കാറുണ്ട്. വറുത്തരച്ച മീൻ കറി ഉണ്ടാക്കാറുണ്ട്, വറുത്തരച്ച ഇറച്ചിക്കറികൾ ഉണ്ടാക്കാറുണ്ട്, വറുത്തരച്ച പച്ചക്കറികൾ ഉണ്ടാക്കാറുണ്ട്. നമുക്കിത് വളരെ ഇഷ്ടമുള്ളൊരു വിഭവമാണ്. ഇന്ന് ഞാൻ വറുത്തരച്ച മീൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ കൊഴിയാള മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മീൻ കറി ഏത് മീനിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നെത്തോലി തൊട്ട് നെയ്മീൻ വരെയുള്ള മീൻ ഉപയോഗിച്ച് ഈ കറി തയ്യാറാക്കാം. മീന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഉപ്പും മഞ്ഞളും ഇട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഈ മീൻ കറിക്ക് ഞാൻ തലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി വേണ്ടത് 250 ഗ്രാം തേങ്ങ, അല്ലെങ്കിൽ ഒരു വലിയ തേങ്ങയുടെ ഒരു മുറി, പകുതി തേങ്ങ ചുരണ്ടി വെച്ചിട്ടുണ്ട്. ഗ്രാംസിലാണെങ്കിൽ 250 ഗ്രാം തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 5-6 ചെറിയ ഉള്ളി, ആവശ്യത്തിനുള്ള വെള്ളം, 3 ടീസ്പൂൺ മുളക് പൊടി. ഇത് പിരിയൻ മുളകും കൂടെ ചേർത്ത് പൊടിച്ച മുളക് പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. കറിക്ക് നിറവും കാണും, എരിവും കാണും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 10 കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, ഒരു തൊണ്ടൻ മുളക്, ഒരു വലിയ ചെറുനാരങ്ങ അളവിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 10 അല്ലി വെളുത്തുള്ളി. ആദ്യം നമുക്ക് അരപ്പിനുള്ള തേങ്ങ വറുത്തെടുക്കാം. 250 ഗ്രാം തേങ്ങയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കുരുമുളകും എടുത്തു വച്ചിരിക്കുന്ന പകുതി കറിവേപ്പിലയും ചേർത്ത് നമുക്ക് നന്നായിട്ട് തേങ്ങ വറുത്തെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുക്കുന്നതാണ് നല്ലത്. തേങ്ങ വറുക്കുമ്പോൾ ഞാൻ സാധാരണ എണ്ണ ചേർക്കാറില്ല. തേങ്ങ വറുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചെറുതായിട്ട് നിറം മാറി വരുന്നുണ്ട്. ഇത് ഏകദേശം നന്നായിട്ട് വറുത്തെടുക്കാനായിട്ട് നമുക്കൊരു 8-10 മിനിറ്റ് സമയമെടുക്കും. തേങ്ങ വറുത്തത് ഏകദേശം ശരിയായിട്ട് വരുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ ആവാനുണ്ട്. തേങ്ങയുടെ നിറം മാറി നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. ഒരുപാട് കരിഞ്ഞു പോകരുത്. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ എല്ലാ തേങ്ങയും ഒരുപോലെ നിറമാക്കി എടുക്കാം. തേങ്ങ നന്നായിട്ട് നിറം മാറി വരുന്നുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു കൈ കൊണ്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. ഇനി എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാവൂ. കാരണം ഒന്നാമത് പാനിന് നല്ല ചൂടുണ്ട്. ഇനിയും ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ പൊടി ചേർക്കുന്നതെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ആദ്യം മല്ലിപ്പൊടി ചേർത്ത് യോജിപ്പിക്കുക. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതും ഈ ചൂടിൽ തന്നെ അതിൻ്റെ പച്ചമണം മാറിക്കിട്ടിക്കോളും. തേങ്ങ അരയ്ക്കാനുള്ള പാകത്തിനായിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നന്നായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അരച്ചെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്ക് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം. ഇനി കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു തരി പോലും ഇല്ലാതെ നല്ല മഷി പോലെ അരച്ചെടുക്കണം. നമുക്കിനി മീൻ കറി തയ്യാറാക്കാം. മീൻ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചട്ടിയിൽ ആദ്യം അരപ്പൊഴിച്ചു കൊടുക്കാം. ചട്ടി ശരിയാക്കിയിട്ടാണ് ഞാനിത് ഗ്യാസിൽ വയ്ക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് ആദ്യം അരപ്പൊഴിച്ചു കൊടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കുക. തൊണ്ടൻ മുളക്, ആവശ്യത്തിന് ഉപ്പ്, പുളിവെള്ളം. പുളി നന്നായിട്ട് അരിച്ചൊഴിക്കണം. മീനും കൂടെ ചേർക്കാം.
ഇനി എല്ലാം കൂടെ നമുക്ക് സാവകാശം ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചിട്ടുള്ളതുകൊണ്ട് കറി നന്നായിട്ട് കുറുകി വരും. സാധാരണ കറിക്ക് ഒഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. കറിക്ക് ആവശ്യമുള്ള എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് വയ്ക്കാം. ആദ്യം 4-5 മിനിറ്റ് കറി നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. കറി ഏകദേശം 6-7 മിനിറ്റ് ആയപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഈ കറിയിൽ തവിയൊന്നും ഇട്ട് കൊടുക്കരുത്. ഫ്ലെയിം കുറച്ചിട്ട് നമുക്കിതൊന്ന് ചുറ്റിച്ച് വയ്ക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ കറി വേവിച്ചെടുക്കണം. ഒരു അടപ്പെടുത്തിട്ട് ഫുള്ളും അടച്ചു വെക്കാതെ ഏകദേശം 3/4 ഭാഗം വെച്ച് അടച്ചു വെക്കുക. കറി ഇടയ്ക്കിടയ്ക്ക് അടപ്പ് മാറ്റി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. കറിക്ക് ഉപ്പും പുളിയും ഒക്കെ പാകമാണോ എന്ന് നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എരിവ് കുറവായിട്ടുള്ളവർക്ക് ഈ സ്റ്റേജിൽ കുറച്ച് മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷെ അത്യാവശ്യം ഉള്ള മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. കറി നന്നായിട്ട് തിളച്ച് മീൻ ഏകദേശം പകുതി വെന്ത് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ച് മീൻ കറി തയ്യാറാക്കുന്നതാണ് അതിൻ്റെ നല്ല സ്വാദ് കിട്ടുന്നത്. അരപ്പ് കറിയിൽ നന്നായിട്ട് പിടിക്കാനും സ്വാദ് കൂട്ടുകയും ചെയ്യും. സമയം ഉള്ളപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കറി ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ തിരക്കിനിടയിൽ അതിനൊന്നും നമുക്ക് സമയം കിട്ടാറില്ല. കറി ഇടയ്ക്കിടയ്ക്ക് ചുറ്റിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ മീൻ ചട്ടിയുടെ സൈഡിലെല്ലാം അരപ്പ് പറ്റി പിടിച്ചിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അഥവാ അടിയിലെല്ലാം പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. കറി കുറുകി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു 3-4 മിനിറ്റും കൂടെ കറി കുറുകാനുണ്ട്. ഈ സമയത്ത് നമുക്കൊന്നുകൂടെ ചുറ്റിച്ച് വയ്ക്കാം. മീൻ ഏകദേശം വെന്ത് വരുന്നുണ്ട്. മീൻ ആവശ്യമുള്ള എരിവും പുളിയും ഉപ്പും എല്ലാം ഉണ്ട്. മീൻ കറി നന്നായിട്ട് കുറുകി തേങ്ങയിലെ എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കറി തയ്യാറായി കഴിഞ്ഞു. എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി കറിവേപ്പിലയും കൂടെ ഈ സമയത്ത് വിതറി കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായ വറുത്തരച്ച മീൻ കറി തയ്യാറായി കഴിഞ്ഞു. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒന്നാണ്. നമ്മൾ വറുത്തരച്ച കറിയൊക്കെ ഉണ്ടാക്കാൻ സാധാരണ നമുക്ക് സമയം കിട്ടാറില്ല. പക്ഷെ വല്ലപ്പോഴുമൊക്കെ ഈ പഴയ രീതിയിലുള്ള കറികളും കൂടെ ചെയ്ത് നോക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.